ഞാനൊരു ദിവസം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിമ്മിലെ ഒരു സുഹൃത്ത് വന്നിട്ട് എന്നോട് ഒരു കാര്യം ചോദിച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്ന ഫിറ്റ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു അത്. പുള്ളിയുടെ ലോവർ ബാക്കിൽ മാത്രം കുറച്ച് കൊഴുപ്പ് കൂടുതലുണ്ടായിരുന്നു. അതെങ്ങനെ കുറക്കുമെന്നായിരുന്നു സംശയം. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു സംശയം കുറേ പേർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ലേ. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്താൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെയാണ് കൊഴുപ്പ് സ്റ്റോർ ആവുന്നത്? ഈ ഓരോ ഭാഗത്ത് സ്റ്റോർ ആവുന്ന കൊഴുപ്പും എങ്ങനെയൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും? ഈ വീഡിയോയിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കൊഴുപ്പ് ശരീരത്തിൽ എവിടെയൊക്കെയാണ് സ്റ്റോർ ആവുന്നത് എന്നറിയുന്നതിന് മുന്നേ നമ്മുടെ ശരീരത്തിലേക്ക് എങ്ങനെയാണ് കൊഴുപ്പ് എത്തുന്നത് എന്ന് നമുക്കറിയണ്ടേ? ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിലേക്ക് കൊഴുപ്പ് എത്തുന്നതിന്റെ കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം മാത്രമാണ്. ഞാനിത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം തോന്നിയിട്ടുണ്ടാവും. അതെന്താ, ഹോർമോണിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കാരണമോ അല്ലെങ്കിൽ സ്ട്രെസ് കാരണമോ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രശ്നം കാരണമോ ഒക്കെ തടിയും കൊഴുപ്പൊക്കെ കൂടാൻ സാധ്യതയില്ലേ? പിന്നെന്താ ഇങ്ങനെ പറഞ്ഞത്? അതും ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള മാക്രോ ന്യൂട്രിയൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണവ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്. നമ്മളിപ്പോൾ വളരെ കൂടുതൽ അളവിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയാണെന്ന് വിചാരിക്കുക. അത് നമ്മുടെ ശരീരം ദഹിപ്പിച്ചിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ഈ ഗ്ലൂക്കോസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരം ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. അതേപോലെ ശരീരത്തിന്റെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് ബാക്കി വരുന്ന ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ സ്റ്റോറിൽ സേവ് ചെയ്യും. പെട്ടെന്ന് എനർജിക്ക് വേണ്ടിയിട്ട് ഗ്ലൈക്കോജൻ സ്റ്റോറിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ആ ഗ്ലൂക്കോസ് തിരിച്ചെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എല്ലാ ഗ്ലൂക്കോസും കൂടിയിട്ട് ട്രൈഗ്ലിസറൈഡ് എന്ന കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ വളരെയധികം പ്രോട്ടീൻ ആഹാരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഇതും നമ്മുടെ ശരീരം ദഹിപ്പിച്ചിട്ട് അമിനോ ആസിഡ്സ് ആക്കി മാറ്റുന്നു. ഈ അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിൽ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാനും എൻസൈംസ് ഉൽപ്പാദിപ്പിക്കാനും അതുപോലെ നമ്മുടെ മസിൽസിന്റെ റിക്കവറിക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന അമിനോ ആസിഡ്സ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യാനും നമ്മുടെ ശരീരത്തിന് അറിയില്ല. നേരെ മറിച്ച് അതിനെ ഗ്ലൂക്കോസും ഫാറ്റി ആസിഡുമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ടാക്കിയ ഗ്ലൂക്കോസും ഫാറ്റി ആസിഡും വീണ്ടും ശരീരത്തിന് വേണമെങ്കിൽ ഊർജം ഉൽപ്പാദിപ്പിക്കാനും ശരീരത്തിന്റെ മറ്റ് മെയിൻ്റനൻസിനും യൂസ് ചെയ്യാം. അതും കഴിഞ്ഞ് ബാക്കി വരുന്ന ഗ്ലൂക്കോസും ഫാറ്റി ആസിഡും ഒക്കെ വീണ്ടും കൺവേർട്ട് ചെയ്തിട്ട് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊഴുപ്പ് രൂപത്തിലാക്കിയിട്ട് സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ വളരെ കൂടുതൽ അളവിൽ ഫാറ്റ് കഴിക്കുകയാണെങ്കിലോ ഇതും നമ്മുടെ ശരീരം ദഹിപ്പിച്ചിട്ട് ഫാറ്റി ആസിഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഫാറ്റി ആസിഡ് ഒന്നുകിൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നു, മെയിൻ്റനൻസിനും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ ഫാറ്റി ആസിഡും ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരം സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിച്ചാലും പ്രോട്ടീൻ കൂടുതൽ കഴിച്ചാലും അതേപോലെ ഫാറ്റ് കൂടുതൽ കഴിച്ചാലും ശരീരത്തിന് ആവശ്യമായത് ശരീരം ഉപയോഗിക്കുന്നു. അതിനുശേഷം അത് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന കൊഴുപ്പിന്റെ അളവിൽ നമ്മുടെ ശരീര താപനിലക്കും നമ്മുടെ മെറ്റബോളിസത്തിന്റെ റേറ്റിനും അതേപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണുകൾക്കും പങ്കുണ്ട്. ഇപ്പോൾ നല്ല ഫാസ്റ്റ് മെറ്റബോളിസം ഉള്ള ഒരാൾ കഴിക്കുന്ന അതേ അളവിൽ ഭക്ഷണം ഒരു സ്ലോ മെറ്റബോളിസം ഉള്ള ഒരാൾ കഴിച്ചാൽ ഈ ഫാസ്റ്റ് മെറ്റബോളിസം ഉള്ള ആൾ കഴിച്ച ആഹാരമൊക്കെ അയാൾ എനർജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ ഈ സ്ലോ മെറ്റബോളിസം ഉള്ള ആൾ ഇത്രയും ക്വാണ്ടിറ്റി കഴിച്ചാൽ എനർജിയുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരികയും അത് ട്രൈഗ്ലിസറൈഡ് ആയിട്ട് അതായത് കൊഴുപ്പായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് റിയൽ ലൈഫിൽ ഒരു സിറ്റുവേഷൻ എടുക്കാം. നിങ്ങളിപ്പോൾ ഒരാൾക്ക് ഹാൻഡ് ഷേക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ചിലർക്ക് ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അവരുടെ കൈ ഭയങ്കരമായിട്ട് തണുത്തിരിക്കുന്നതായിട്ട് തോന്നാം. ഇതിനു കാരണം അവരുടെ ശരീരത്തിലെ ശരാശരി താപനില കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ മെറ്റബോളിസത്തിന്റെ റേറ്റ് അതായത് മെറ്റബോളിസം കുറച്ച് സ്ലോ ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പ്രായം കൂടുതലുള്ള ആളുകളുടെ കൈ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. അതിന് കാരണം അവരുടെ ശരീര താപനില കമ്പാരിറ്റീവ്ലി കുറവാണ്. അതേപോലെ അവരുടെ മെറ്റബോളിസം റേറ്റും വളരെ സ്ലോ ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന്റെ പ്രധാന കാരണം നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവ് തന്നെയാണ്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ശരീരത്തെ മനസ്സിലാക്കുക. നിങ്ങളുടെ മെറ്റബോളിസവും അതേപോലെ നിങ്ങളുടെ ശരീര താപനിലയും ഹോർമോൺസിന്റെ അളവൊക്കെ വെച്ചിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് ആവശ്യമായ ഊർജം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക.
അതിൽ കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ അത് ഫാറ്റായിട്ട് സ്റ്റോർ ആവാനുള്ള സാധ്യതയുണ്ട്. ഇതിന് ഹോർമോൺസിനെയോ അല്ലെങ്കിൽ ശരീര താപനിലയോ മെറ്റബോളിസം റേറ്റിനെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതിനനുസരിച്ച് ആഹാരം കൺട്രോൾ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് എങ്ങനെയൊക്കെയാണ് സ്റ്റോർ ആവുന്നത് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് സ്റ്റോർ ആവുന്നത് എന്ന് നോക്കാം. പ്രധാനമായിട്ട് 3 സ്ഥലങ്ങളിലാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് സ്റ്റോർ ആവുന്നത്. ഒന്ന് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് സ്റ്റോറേജ്, 2 വിസറൽ ഫാറ്റ് സ്റ്റോറേജ്, 3 എക്ടോപിക് ഫാറ്റ് സ്റ്റോറേജ്. ഈ പേര് കേട്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് നോക്കാം. നമ്മുടെ തോലിന്റെ അഥവാ സ്കിന്നിന്റെ അടിഭാഗത്തായിട്ട് ഫാറ്റ് സ്റ്റോർ ആവുന്നതിനെയാണ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. നമ്മുടെ തുടയിലും അതേപോലെ നമ്മുടെ ബെല്ലിയിലും ബട്ടക്സിലും ആംസിലും ഒക്കെ സ്കിന്നിന് തൊട്ട് താഴെയായിട്ട് ധാരാളം ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം കൂടുതലാണെങ്കിൽ ഈ കൊഴുപ്പൊക്കെ ആദ്യം വന്ന് നിറയുന്നത് ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് സ്റ്റോറേജിലേക്കാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ പെട്ടെന്ന് തന്നെ കൊഴുപ്പ് ശേഖരിച്ച് വെക്കാൻ പറ്റും. എന്നാൽ ഇവിടെ ശേഖരിച്ചു വെച്ച കൊഴുപ്പ് തിരിച്ച് എനർജിക്കായിട്ട് യൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ വിസറൽ സ്റ്റോറേജിലും എക്ടോപിക് സ്റ്റോറേജിലും ഒക്കെയുള്ള ഫാറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് നമ്മുടെ ശരീരം തിരിച്ചെടുക്കൂ. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ എളുപ്പമാണ്, പക്ഷെ തിരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് സ്റ്റോറേജ് കൂടുതലായിട്ടുള്ളവർക്ക് മറ്റൊരാൾക്ക് നോക്കുമ്പോൾ അത് ശരിക്കും മനസ്സിലാവും. തൂങ്ങിക്കിടക്കുന്ന കൊഴുപ്പുകളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അതായത് കുറച്ച് ഒബീസ് ആയിട്ടായിരിക്കും അവർ കാണുക. പക്ഷെ മറ്റ് ഫാറ്റ് സ്റ്റോറേജുകളെ അപേക്ഷിച്ച് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് അത്ര പ്രശ്നക്കാരനല്ല. അത് മറ്റ് ഇന്റേണൽ ഓർഗൻസിനൊന്നും ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല. ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് സ്റ്റോറേജ് ഫുൾ ആയാൽ മാത്രമാണ് നമ്മുടെ ശരീരം കൂടുതലായിട്ട് വരുന്ന ഫാറ്റ് വിസറൽ ഫാറ്റ് സ്റ്റോറേജിലേക്ക് സ്റ്റോർ ചെയ്യാൻ തുടങ്ങുക. വിസറൽ ഫാറ്റ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മിഡ് സെക്ഷനിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഓർഗൻസ് ഒക്കെ വരുന്നത് അല്ലെ. ഈ മിഡ് സെക്ഷനിൽ ഓർഗൻസിനെ പൊതിഞ്ഞു വെച്ചിട്ട് അല്ലെങ്കിൽ ഓർഗൻസിന്റെ ഇടയിൽ നമ്മുടെ ശരീരത്തിൽ ഉള്ളിൽ ഡീപ്പായിട്ട് കൊഴുപ്പ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് വിസറൽ ഫാറ്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. കുറഞ്ഞ അളവിൽ മാത്രമാണ് ഈ സ്റ്റോറേജ് ഉള്ളതെങ്കിൽ ഇത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് സ്റ്റോറേജ് പോലെ നിങ്ങൾക്ക് പുറത്തങ്ങനെ കാണാൻ പറ്റില്ല. എന്നാൽ ഈ സ്റ്റോറേജ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരാളാണെങ്കിൽ, അതുപോലെ ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റിന്റെ അളവും കുറച്ച് കുറവാണെങ്കിൽ അയാളെ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ കൈകാലുകളൊക്കെ മെലിഞ്ഞിരിക്കും, എന്നാൽ മിഡ് സെക്ഷൻ നല്ല രീതിയിൽ തടിച്ചിട്ടുണ്ടാവും. ഈ തൂങ്ങിക്കിടക്കുന്ന തടിയല്ല, നേരെ മറിച്ച് ബലൂൺ ഊതി ഉറപ്പിച്ചതുപോലെ അത്യാവശ്യം ഹാർഡായിട്ടുള്ള ഒരു മിഡ് സെക്ഷൻ ആയിരിക്കും അയാൾക്ക് ഉണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് സ്റ്റോറേജിനെ അപേക്ഷിച്ച് വിസറൽ ഫാറ്റ് സ്റ്റോറേജ് കുറച്ച് അപകടകാരിയാണ്. അതുകൊണ്ട് വിസറൽ ഫാറ്റ് സ്റ്റോറേജ് കൂടിയാൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വേറൊരു നല്ല കാര്യമുണ്ട്. ഈ വിസറൽ ഫാറ്റ് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിന് തിരിച്ചെടുക്കാൻ പറ്റും. വിസറൽ ഫാറ്റ് ഫുള്ളായി എന്ന് വിചാരിക്കുക. അപ്പോഴാണ് നമ്മുടെ ശരീരം ബാക്കി വരുന്ന കൊഴുപ്പ് എക്ടോപിക് ഫാറ്റ് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇത് ഭയങ്കര ക്രിട്ടിക്കൽ ആൻഡ് അപകടകാരിയാണ്. ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന കൊഴുപ്പൊക്കെ സ്റ്റോർ ആവുന്നത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ, അതായത് അവയവങ്ങളുടെ ഉള്ളിലാണ്. നമ്മുടെ ലിവറിൽ ഇങ്ങനെ അമിതമായിട്ട് ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അതേപോലെ നമ്മുടെ പാൻക്രിയാസിലും നമ്മുടെ ഹൃദയത്തിലും ഇങ്ങനെ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചാലാണ് നമുക്ക് മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ഉണ്ടാവുന്നത്. നമ്മുടെ മസിലുകളിൽ ഇങ്ങനെ കൊഴുപ്പ് നിറച്ചു വെക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ് ഇൻസുലിൻ റെസിസ്റ്റന്റ് എന്ന് പറയുന്ന രോഗം. അപ്പോൾ എക്ടോപിക് ഫാറ്റ് വളരെ വളരെ അപകടകാരിയാണെന്ന് മനസ്സിലാക്കുക. എക്ടോപിക് ഫാറ്റിന്റെ അത്ര ഇല്ലെങ്കിലും വിസറൽ ഫാറ്റും അത്യാവശ്യം അപകടകാരി തന്നെയാണ്. പക്ഷെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഈ 3 ഫാറ്റിൽ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റാണ്. പക്ഷെ ഒരു പ്രശ്നമുള്ളത് ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് തിരിച്ച് എനർജി ആക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. ഇവിടെയാണ് ജനറ്റിക്സിന്റെ മാജിക് വരുന്നത്. ചില ആളുകളിൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് സ്റ്റോറേജ് കുറവായിരിക്കും, ചില ആളുകളിൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് സ്റ്റോറേജ് കൂടുതലായിരിക്കും. സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് സ്റ്റോറേജിന്റെ കപ്പാസിറ്റി താരതമ്യേന കൂടുതലുള്ളവർ ആവശ്യത്തിൽ കൂടുതൽ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഫാറ്റ് ആയിട്ട്, അതായത് കൊഴുപ്പായിട്ട് ഈ സ്റ്റോറേജിൽ വന്നിട്ട് അടിഞ്ഞു കൂടും. നേരെ മറിച്ച് ഇത് തിരിച്ചു പോവോ ഇല്ല, ഇത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇതുകൊണ്ടാണ് ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല ചബ്ബിയായിട്ട്, അത്യാവശ്യം കാണുമ്പോൾ കുറച്ച് ഒബീസ് ആയിട്ട് തോന്നുമെങ്കിലും ആരോഗ്യപരമായിട്ട് അവർ ഹെൽത്തി ആയിരിക്കും. ഇൻഡയറക്ട്ലി അമിത ശരീരഭാരം കാരണം അവർക്ക് ജോയിന്റ് പെയിൻ ഒക്കെ ഉണ്ടാവുമെങ്കിലും അവരുടെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ താരതമ്യേന ഹെൽത്തി ആയിരിക്കും.
ഇവർക്ക് ശരീരഭാരം കുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന്, അവർ കഴിക്കുന്ന ആഹാരം അവർ കൺട്രോൾ ചെയ്യണം. കലോറി ഡെഫിസിറ്റ് ആയിട്ട് ആഹാരം കഴിക്കേണ്ടി വരും. അതേപോലെ നന്നായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് മാസങ്ങളും വർഷങ്ങളും എക്സസൈസ് ചെയ്താൽ മാത്രമേ അവർ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റ്, കൊഴുപ്പ് വീണ്ടും തിരിച്ചെടുത്ത് ഊർജ്ജമായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. എന്നാൽ സബ്ക്യൂട്ടീനിയസ് ഫാറ്റ് കുറവും വിസറൽ ഫാറ്റ് കൂടുതലും ഉള്ളവർക്ക് ഈ വിസറൽ ഫാറ്റ് കുറക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഒന്ന്, അവർ അത്യാവശ്യം ഭക്ഷണം കൺട്രോൾ ചെയ്യണം. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എക്സസൈസ് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് റിസൾട്ട് ഉണ്ടാവും. ഈ കൈകാലുകളിൽ മസിൽസ് ബിൽഡ് ആവാനും തുടങ്ങും. അതേപോലെ ഈ വിസറൽ ഫാറ്റ് കുറഞ്ഞു വരാനും തുടങ്ങും. എക്ടോപിക് ഫാറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് സ്റ്റോറേജും ഫുള്ളായി, വിസറൽ ഫാറ്റും ഫുള്ളായി, എന്നിട്ട് ഈ ഓർഗൻസിന്റെ ഉള്ളിൽ ഫാറ്റ് സ്റ്റോറേജ് ചെയ്തു വെക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഞാൻ നേരത്തെ പോലെ തന്നെ ഫാറ്റി ലിവർ, മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പല രോഗങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരെന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മരുന്ന് എടുക്കുക തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ശരീരത്തിൽ കൊഴുപ്പ് എവിടെയാണ് കൂടുതലായി സ്റ്റോർ ആവുന്നത് എന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയണം. അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.